ഹലോ നമസ്തേ വിൻട്രേഡറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ലൈവായിട്ട് കാണിക്കാൻ പോണത് നമ്മുടെ സോഫ്റ്റ് വിൻട്രേഡറിൻ്റെ രണ്ട് മൂന്നാല് സ്റ്റോക്ക് ഇവിടെ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മോർണിംഗിലെ മൂവ്മെൻറ്റാണ് കാണിക്കാൻ പോണത്. നമ്മൾ സോഫ്റ്റ് എങ്ങനെയാണ് അതിനകത്ത് വർക്ക് ചെയ്തത്, സിഗ്നൽസ് വന്ന ശേഷം അതിൻ്റെ ടാർഗറ്റ് അച്ചീവ് ചെയ്തത്, അതിൻ്റെ ആ മൂവ്മെൻറ്റ് വന്ന ആ സ്റ്റോക്ക് 3 ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ എല്ലാ മേജർ ഫിനാൻഷ്യൽ മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. നമുക്ക് ഇന്നത്തെ MCX ഉണ്ടെങ്കിൽ MCX വേണമെങ്കിൽ MCX കമ്മോഡിറ്റീസ് ആഡ് ചെയ്യാം. ഇന്ത്യനും ഇൻ്റർനാഷണൽ കമ്മോഡിറ്റീസും ഉണ്ട്. അപ്പോൾ നമ്മൾ കൂടുതലും കമ്മോഡിറ്റീസിൽ ട്രേഡ് ചെയ്യുമ്പോഴത്തേക്കും ആ ഇൻ്റർനാഷണൽ കമ്മോഡിറ്റി ഇപ്പോൾ ക്രൂഡ് ആണെങ്കിൽ ഇൻ്റർനാഷണൽ ക്രൂഡ് ഓയിലും കൂടെ ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ ആ സെയിം ട്രെൻഡിൽ തന്നെയാണ് നമ്മുടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ റെഫറിന് വേണ്ടി അതും ഓപ്പൺ ചെയ്യിടാം. അപ്പോൾ കമ്മോഡിറ്റീസ് ഉണ്ട്, NSE തന്നെ ക്യാഷ് ഫ്യൂച്ചർ ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഇൻഡെക്സ് ഓപ്ഷൻ ട്രേഡ് ചെയ്യാനുണ്ടെങ്കിൽ ആ ഓപ്ഷൻസ് ഏത് സ്ട്രൈക്ക് പ്രൈസാണ് വേണ്ട ആ സ്ട്രൈക്ക് പ്രൈസും നമുക്ക് ഓപ്പൺ ചെയ്ത് അതിന് ഇതുപോലെ സെപ്പറേറ്റ് ചാർട്ട് ഉണ്ടാവും. അതിന് ആ സിഗ്നലിനെ ബേസ് ചെയ്ത് നമുക്ക് ട്രേഡ് എടുക്കാം. പിന്നെ ഫോറക്സ് ഉണ്ട്. ഫോറക്സ് എന്ന് പറയുമ്പോൾ ഇന്ത്യനും ഉണ്ട്, ഇൻ്റർനാഷണൽ ഫോറക്സും ഉണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ സോഫ്റ്റ് എല്ലാം കവർ ചെയ്ത് വരുന്നതാണ്. അത് നമുക്ക് എല്ലാ മേജർ ഫിനാൻഷ്യൽ മാർക്കറ്റ് ഇതിനകത്ത് കാണാൻ പറ്റും. പിന്നെ നമുക്ക് ഇതിനകത്ത് ഇൻട്രാഡേ ചെയ്യണമെങ്കിൽ ഇൻട്രാഡേ ചെയ്യാം, സ്കാൽപ്പിംഗ് ചെയ്യാം, ഷോർട്ട് ടൈം ലോങ് ടൈം പൊസിഷൻ ട്രേഡ് ചെയ്യാം, എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് സോഫ്റ്റ്വെയർ ഓട്ടോമാറ്റിക്കായിട്ട് സിഗ്നൽസ് കാണിച്ചു തരും. അപ്പം നമുക്ക് എല്ലാ സിഗ്നലും ട്രേഡ് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരു സോഫ്റ്റ്വെയർ നമുക്ക് തരുന്ന സിഗ്നൽ, ആ സിഗ്നലിൽ നമ്മൾ കൺഫർമേഷൻ ചെക്ക് ചെയ്ത ശേഷം എത്ര കൺഫേം സിഗ്നൽ ഉണ്ടോ ആ സിഗ്നലിൽ നമ്മൾ ട്രേഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് സിഗ്നൽസ് തന്നുകൊണ്ടിരിക്കും. ബിക്കോസ് ഇത് ലൈവ് ഡാറ്റ ലൈവിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതനുസരിച്ച് അത് ഇൻഡിക്കേറ്റേഴ്സ് റീഡ് ചെയ്തിട്ട് നമുക്ക് സിഗ്നൽസ് കാണിച്ചു തരും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിനകത്ത് സിഗ്നൽ വന്നു കഴിയുമ്പോൾ അതിൻ്റെ കൺഫർമേഷൻ ചെക്ക് ചെയ്ത ശേഷം മാത്രം ട്രേഡ് എടുക്കുക. ആ കൺഫേം സിഗ്നൽ മാത്രം നമ്മൾ ട്രേഡ് എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇപ്പം ഞാനിപ്പോൾ 3 ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഹാവൽസ്, മെക്ഡോവൽ, ഗ്രാസിം, ഭാരതി ആൻഡ് DLF. അതിൻ്റെ മോർണിംഗ് മൂവ്മെൻ്റാണ് ഞാൻ കാണിക്കാൻ പോണത്. അപ്പോൾ ഇതിനകത്ത് ഇത് കണ്ട ഈ വൈറ്റ് വെർട്ടിക്കൽ ലൈനാണ് ഡേ ബ്രേക്ക് ലൈൻ. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് തുടങ്ങിയിരിക്കുന്നത് ഇവിടെ നിന്നാണ്. ഇപ്പോൾ ഹാവൽസിലാണെങ്കിൽ മാർക്കറ്റ് മേഖലയിൽ വരുന്നതാണ് മാർക്കറ്റ് റേറ്റ് 11,164.30 ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ. റിയൽ ടൈം ആണ്, ഡിലേ ഇല്ല, റിയൽ ടൈം ടിക്ക് ബൈ ടിക്ക് ആണ്. ഏത് ഷെയർ എടുത്തിട്ടാലും ഏത് കമ്മോഡിറ്റീസ് ആണെങ്കിലും എല്ലാത്തിൻ്റെ ലൈവ് ഡാറ്റ നമുക്ക് ഇതിൻ്റെ പ്രൈസ് മേഖലയിൽ ഡിസ്പ്ലേ വരുവേ. അപ്പോൾ ഇതിനകത്ത് ഇന്ന് 2 സിഗ്നൽ കിട്ടിയിട്ടുണ്ട്, ഒരു ബൈയും ഒരു സെല്ലും കിട്ടുന്നുണ്ട്. ഇപ്പോൾ സെൽ സിഗ്നൽ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ലാസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ കൺഫർമേഷനും കൂടെ ചെക്ക് ചെയ്യണം. ഇപ്പോൾ ഒരു സെല്ലാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കൺഫർമേഷൻ കാണിക്കേണ്ട താഴത്താണ്, ഇതുപോലെ പ്രൈസ് സെൽസ് ഉണ്ടെന്ന് കാണിച്ചിരിക്കണം, അതാണ് ഫസ്റ്റ് കൺഫർമേഷൻ. സെക്കൻഡ് കൺഫർമേഷൻ ആരോടെ താഴത്തൊരു ബാറില്ലേ, എൻ്റെ കർസർ നോക്കി വെച്ചാൽ മതി, ആ ബാറിൻ്റെ കളർ റെഡ് ആയിരിക്കണം. അപ്പോൾ നമുക്ക് വേണ്ടതുള്ളി 2 കൺഫർമേഷൻ. ആരോ വന്നതിന് ശേഷമാണ് നിങ്ങൾ കൺഫർമേഷൻ ചെക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു സെല്ലാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കൺഫർമേഷൻ പ്രൈസ് സെൽസ് ഉണ്ടെന്ന് കാണിക്കണം, ആൻഡ് സെക്കൻഡ് കൺഫർമേഷൻ ആരോടെ താഴത്തെ ബാർ റെഡ് ആയിരിക്കണം. ഈ 2 കൺഫർമേഷൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്ക് അവിടെ ട്രേഡ് എടുക്കാം. അപ്പോൾ ഇപ്പം അതൊരു ബൈ ആണെന്നുണ്ടെങ്കിൽ ബൈ സിഗ്നൽ വന്ന ശേഷം ഇവിടെ ബൈ സോൺ കാണിക്കണം, ആൻഡ് ബൈ ആരോടെ താഴത്തെ ബാർ ഗ്രീൻ ആയിരിക്കണം. ഈ 2 കൺഫർമേഷൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രേഡ് എടുക്കാം. ഇപ്പം നിങ്ങൾ നോക്കി ഇവിടെ നമുക്ക് ബൈ സിഗ്നൽ കിട്ടി, പക്ഷെ അത് കൺഫേം അല്ലായിരുന്നു, കാരണം നമുക്ക് താഴത്തെ ബാർ കൺഫർമേഷൻ ഇല്ലായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഇതുപോലെ നമുക്ക് ഫേക്ക് സിഗ്നൽസ് അവോയ്ഡ് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇന്ന് ഹാവൽസിൽ 2 സിഗ്നൽ കിട്ടിയെങ്കിലും മോർണിംഗിൽ വന്ന സിഗ്നൽ ബൈ സിഗ്നൽ കൺഫേം അല്ലായിരുന്നു. രണ്ടാമത്തെ സെൽ സിഗ്നൽ ഇപ്പോൾ കണ്ടിന്യൂ ആണ്. നമുക്ക് വന്നത് 1166.25 മേഖലയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമുക്ക് സിഗ്നൽ വരുന്ന സമയത്ത് അലേർട്ടിലും വരും ഇൻഡിക്കേഷൻ, ആ പ്രൈസ് അലേർട്ടിൽ എഴുതി വരും, സെയിം ഡീറ്റെയിൽസ് മേഖലത്തെ ഡാഷ്ബോർഡിൽ എഴുതി കാണിക്കുക. അപ്പോൾ 9:30 നമുക്ക് 1166.25 സെല്ല് വന്ന് അത് ഫസ്റ്റ് ടാർഗറ്റ് മാത്രമേ അടിച്ചിട്ടുള്ളൂ. അത് ഇനി ചെറുതായിട്ടൊന്ന് ഇവിടുന്ന് കയറിയായിരുന്നു, പക്ഷേ ഇനി ഇറങ്ങാനാണ് ചാൻസ്. കാരണം എന്ന് വെച്ചാൽ ഈ റെഡ് സ്റ്റാർസ് ആണ് റെസിസ്റ്റർ ലെവൽ, താഴത്തെ ബ്ലൂ ആണ് സപ്പോർട്ട് ലെവൽ. അപ്പോൾ ഇനിയിപ്പോൾ ഈ സപ്പോർട്ടിനെ ബ്രേക്ക് ആണെങ്കിൽ ഒന്നും കൂടെ ഇറങ്ങും. അപ്പോൾ ചെറുതായിട്ടൊന്ന് കയറിയെങ്കിലും നമ്മുടെ പ്രൈസ് കണ്ട സെൽസോൺ ആണ്, ബാറും കണ്ടിന്യൂസ് റെഡ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ അടുത്ത മാർക്കറ്റ് ഇനി ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കൊരു റീ എൻട്രി കൂടെ ഇവിടെ കാണിക്കുന്നു. റീ എൻട്രി എന്ന് വെച്ചാൽ നമ്മളിപ്പം ഡയറക്റ്റ് എൻട്രി ചെയ്ത ശേഷം ഫസ്റ്റ് ടാർഗറ്റ് അടിച്ച് നമ്മൾ എക്സിറ്റ് ചെയ്ത് അതിനുശേഷം മാർക്കറ്റ് കണ്ടിന്യൂ ആണെങ്കിൽ സോഫ്റ്റ് ഓട്ടോമാറ്റിക് ഒരു റീ എൻട്രി സജഷൻ എന്നുണ്ട്. മാർക്കറ്റ് റേറ്റ് അനുസരിച്ച് ആ സമയത്ത് മാർക്കറ്റ് റേറ്റ് അനുസരിച്ച് നമുക്കൊരു എൻട്രി പോയിന്റ് അതനുസരിച്ച് എക്സിറ്റ് ലെവലും കാണിച്ചു തരും. അതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2ാമത് എൻട്രി ചെയ്യാം. ഇപ്പോൾ ഈ ഡയറക്റ്റ് സിഗ്നൽ വന്നത് 9:30 അതനുസരിച്ച് ഫസ്റ്റ് ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് റീ എൻട്രി വന്നിരിക്കുന്നത് 11:35 അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രേഡ് എടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് സിഗ്നലിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഹാവൽസിലാണ് ഞാനിപ്പോൾ ആദ്യം കാണിച്ചത്, നല്ല മൂവ്മെൻറ്റ് തന്നായിരുന്നു മാർക്കറ്റ് രാവിലെ. ഇനിയിപ്പോൾ മാക്ഡോവൽസിലാണെങ്കിൽ ഇത് കണ്ടോ, ഇപ്പോൾ സെൽ സിഗ്നൽ നമുക്ക് തന്നു രാവിലെ 2 സിഗ്നൽ നമുക്ക് വന്നിട്ടുണ്ട്. ഒന്ന് സെൽ സിഗ്നലാണ്,
സെല്ല് വന്നിട്ടുണ്ട്. താഴത്ത് അത് ആ സമയത്ത് താഴത്ത് ബാറ് റെഡ് ആയിരുന്നു, പ്രൈസ് സെൽ സോൺ ആയിരുന്നേ. അത് നന്നായിട്ട് നല്ല മൂവ്മെൻറ്റ് വന്നായിരുന്നു, നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ അത് കഴിഞ്ഞ് ഇപ്പോൾ നമുക്ക് ഇതുണ്ട്, നമുക്ക് ബൈ സിഗ്നൽ വന്നിട്ടുണ്ട് ഇവിടെ. പക്ഷേ ഇത് കൺഫേം അല്ല. ഇത് കണ്ട് ഇതിപ്പം കൺഫേം ആയിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഇതിപ്പം പ്രൈസ് ഇവിടെ സെൽ സോൺ കാണിക്കുന്നത് ബാറിൻ്റെ കണ്ടീഷനും മാച്ച് ആവുന്നില്ല. അപ്പോൾ ഇത്തരം സിഗ്നൽ നമ്മൾ ട്രേഡ് എടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഒറ്റടിക്കുള്ള മാർക്കറ്റ് കണ്ട, ഇപ്പോൾ ഒറ്റടിക്ക് കയറിപ്പോയതാണ്. ഇവിടെ ടാർഗറ്റ് അടിച്ചത് കാണിക്കുന്നുണ്ടെങ്കിലും ഒറ്റടിക്ക് മാർക്കറ്റ് കയറിപ്പോയത് കാരണമാണ് അങ്ങനെ ഇത് വരുന്നത്. ചില റെയർ കേസിൽ അങ്ങനെ സംഭവിക്കാം. പക്ഷേ കാരണം ഇപ്പം നമുക്കൊരു ഇതാവുന്നു, കാരണം വെച്ചാൽ നമുക്ക് കൺഫർമേഷൻ കിട്ടിയില്ല, പക്ഷേ ടാർഗറ്റ് അടിച്ചു. പക്ഷേ എന്ന് വെച്ചാൽ എത്ര സ്പീഡിൽ മാർക്കറ്റ് കയറിപ്പോയി അതേ സ്പീഡിൽ റിവേഴ്സ് അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് സോഫ്റ്റ് നമുക്കിവിടെ കൺഫർമേഷൻ തരാത്തത്. അപ്പോൾ മെക്ഡോവൽസിൽ നമുക്ക് 2 സിഗ്നൽ വന്നിട്ടുണ്ട്. ഫസ്റ്റ് സിഗ്നൽ നന്നായിട്ട് ഇറങ്ങി വന്ന്, എന്നിട്ട് ബൈ സിഗ്നൽ വന്നത് ഇപ്പോൾ കൺഫേം ആയിട്ടില്ല. ഇപ്പോൾ നമ്മൾ ഗ്രാസിബിൾ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ മാർക്കറ്റ് ഇറങ്ങിപ്പോയി, നല്ല ഇതായിരുന്നു. നമുക്ക് വന്നിരിക്കുന്ന 9.25 സെല്ല് വന്നായിരുന്നു. 1425 നമുക്ക് ഗ്രാസിബിൾ സെൽ സിഗ്നൽ കിട്ടി. 65 പോയിന്റ് ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റ് അനുസരിച്ച് 65 പോയിന്റ് ഡൗണിലാണ്. ടാർഗറ്റ് നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും, 3 ടാർഗറ്റും അടിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ ഇന്നലെയൊക്കെ ചെറിയ മാർക്കറ്റിൽ അത്ര മൂവ്മെൻ്റ് ഇല്ലായിരുന്നു. മാർക്കറ്റ് ഇന്നലെ മിനിഞ്ഞാന്നും കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇന്നലെ ഒട്ടും മൂവ്മെൻറ്റ്, ഈ വൈറ്റ് വെർട്ടിക്കൽ ലൈൻ ഡേ ബ്രേക്ക് ലൈനാണ്. അപ്പോൾ ഇന്നലത്തെ നോക്കി അറിയാൻ പറ്റും, ഒട്ടും മാർക്കറ്റിൽ അങ്ങനെ ഫ്ലക്ച്വേഷൻ ഇല്ലായിരുന്നു. ഇന്നിപ്പോൾ ഒറ്റയടിക്ക് നന്നായിട്ട് ഇറങ്ങിക്കൊണ്ടേ ഇരിക്കുവാണ്. ലാസ്റ്റ് സപ്പോർട്ടിനെയും ബ്രേക്ക് ചെയ്ത് ഇറങ്ങിക്കൊണ്ടിരിക്കുവാണ് ഗ്രാസിൽ. ഇനിയിപ്പം ഭാരതി, അപ്പം ഗ്രാസിബിൾ നമുക്ക് ഒരു സിഗ്നൽ കിട്ടിയിട്ടുള്ളത്. ഭാരതി നോക്കുകയാണെങ്കിൽ ഭാരതിയിൽ നമുക്ക് ഇന്ന് 2 സിഗ്നൽ കിട്ടി. ഒന്ന് ആദ്യം വന്ന സെൽ സിഗ്നലായിരുന്നേ. അത് സെല്ല് ഇവിടെ കിട്ടിയിരുന്നെങ്കിലും നമ്മൾ എൻട്രി ചെയ്യേണ്ടി ഇവിടെയാണ് കേട്ടോ. കാരണം നമുക്ക് കൺഫർമേഷൻ ബാറും കൂടെ ചെക്ക് ചെയ്യണം. ആ ബാറ് ഗ്രീൻ ആയിരുന്നു ആ സമയത്ത്. നമുക്ക് കൺഫർമേഷൻ കിട്ടി ഈ ലെവലിലാണ്. പക്ഷെ അത് ഈ ക്യാൻഡിലായിപ്പോൾ, ഈ ക്യാൻഡിൽ സൈഡ് വേയുടെ ക്യാൻഡിലാണ്. നമ്മൾ നോർമൽ ക്യാൻഡിൽ കളർ റെഡ് ആൻഡ് ഗ്രീൻ ആണ്. ഈ റെഡും ഗ്രീനും അല്ലാതെ വരുന്ന കളേഴ്സ് എല്ലാം സൈഡ് വേ ഇൻഡിക്കേഷൻ ആണ്. അപ്പോൾ നമുക്ക് ആ സൈഡ് വേ ആ ഒരു താഴത്ത് ബാർ കൺഫർമേഷൻ കിട്ടിയ സമയത്ത് സൈഡ് വേ ഇൻഡിക്കേഷൻ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ ആ ടൈമിൽ എൻട്രി ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ക്യാൻഡിൽ എൻട്രി ആയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് എൻട്രി ആയാലും മാർക്കറ്റ് നന്നായിട്ട് ഇറങ്ങിയായിരുന്നു. ഇത് ഭാരതി എയർടെല്ലാണ്. നമുക്ക് ആ സെൽ സിഗ്നൽ നന്നായിട്ട് ഇറങ്ങിയായിരുന്നു. പിന്നെ വന്ന ബൈ ആണ്, അത് കൺഫേം ആയിട്ടില്ല. ബൈ വന്ന് നിങ്ങൾ നോക്കിയ പ്രൈസ് ഇപ്പോഴും ബൈ സോണിലോട്ട് വന്നിട്ടില്ല. ആൻഡ് ബൈയുടെ താഴത്തുള്ള ബാറും കൺവേർട്ട് ആയിട്ടില്ല. അതിനകത്ത് ഇത് ഫേക്ക് സിഗ്നലാണ്. അപ്പോൾ ഇതേപോലെ നമ്മൾ ഫേക്ക് സിഗ്നൽസ് ഡിറ്റക്ട് ചെയ്ത് അവോയ്ഡ് ചെയ്യാം. ഇത് നമ്മൾ ടെക്നിക്കൽ സോഫ്റ്റ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആ ലോസ് ട്രേഡിങ്ങിൽ നമുക്ക് ലോസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ആ ലോസിന് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇത്തരം ടെക്നിക്കൽ സോഫ്റ്റ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ സോഫ്റ്റ് എന്ന് വെച്ചാൽ ഇത് റിയൽ ടൈമിലാണ് വർക്ക് ചെയ്യുന്നത്. മാർക്കറ്റിൽ എന്താണെന്ന് അത് കാണിച്ചു തരും. അതിനനുസരിച്ച് സിഗ്നൽസ് വരും. ആ സിഗ്നൽ എല്ലാത്തിലും കയറി ട്രേഡ് എടുക്കൽ. ഇതുപോലെ സിഗ്നൽ വരുമ്പോൾ അത് കൺഫേം അല്ലാത്ത സിഗ്നൽ വരും. അത്തരം സിഗ്നൽ നമ്മൾ അവോയ്ഡ് ചെയ്യുക. അപ്പോൾ ഞാൻ ഭാരതിയിൽ പറഞ്ഞ് 2 സിഗ്നൽ വന്ന്, ഫസ്റ്റ് സിഗ്നൽ നന്നായിട്ട് മോർണിംഗിൽ നന്നായിട്ട് ഇറങ്ങിയായിരുന്നു. ഇപ്പോൾ വന്ന ബൈ കൺഫേം ആയിട്ടുള്ള. ലാസ്റ്റുള്ള ഞാൻ കാണിക്കാൻ പോകുന്നത് DLF ആണ്. DLFിൽ നമുക്ക് രാവിലെ 10:35 സെല്ല് കിട്ടിയിട്ടുണ്ട്. 340 നിങ്ങൾ മേലോട്ട് നോക്കിയാൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. ലാസ്റ്റ് സിഗ്നലിൻ്റെ ഡീറ്റെയിൽസ്, ആ ടൈം എല്ലാം മേഖലയിൽ ഡിസ്പ്ലേ വരും. 3 ടാർഗറ്റ് പഠിച്ച് നിങ്ങൾക്ക് താഴത്ത് കാണാൻ പറ്റും. ആ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും ഒക്കെ താഴത്ത് വരും കേട്ടോ. സിഗ്നൽ വരുന്ന അനുസരിച്ച് സ്റ്റോപ്പ് ലോസ് തരുന്നത് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ആണ്. അത് നമുക്ക് റിസ്ക് മാക്സിമം റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് യൂസ് ചെയ്യുന്നത്. ടാർഗറ്റും തന്നിട്ടുണ്ട്. 3 ടാർഗറ്റ് DLFിൽ 3. അതൊരു സിഗ്നൽ ഇപ്പോൾ ഒരു ബൈ സിഗ്നൽ അല്ലെങ്കിൽ സെൽ സിഗ്നൽ വന്നു കഴിഞ്ഞാൽ അത് കൺഫേം അല്ലെങ്കിലും കൺഫേം ആണെങ്കിലും ആ സമയത്ത് സിഗ്നലിൻ്റെ ബേസിൽ ടാർഗറ്റും സ്റ്റോപ്പ് ലോസ് ഒക്കെ താഴത്ത് ഡിസ്പ്ലേ വന്നിരിക്കും. ഒരു സിഗ്നൽ ഇവിടെ സെല്ല് വീണ് കഴിഞ്ഞാൽ താഴത്ത് അത് സെല്ലിൻ്റെ ടാർഗറ്റും സ്റ്റോപ്പ് ലോസ് ഒക്കെ വന്നിരിക്കും. അത് നമ്മൾ കൺഫർമേഷൻ ചെക്ക് ചെയ്ത ശേഷം എടുക്കാതിരിക്കാൻ നമ്മൾ നോക്കിയിട്ടേ എടുക്കാവുള്ളൂ. ഇപ്പോൾ കൺഫേം ആണെങ്കിൽ എടുക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ ഇഗ്നോർ ചെയ്യുക. ഈ സെയിം സ്ട്രാറ്റജി നമുക്ക് എല്ലാത്തിലും അപ്ലൈ ചെയ്യാം. ഇപ്പം ഞാൻ കാണിച്ച ഇതിനകത്ത് എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഈ ഒരു സോഫ്റ്റ്വെയർ നമ്മൾ ഇതെല്ലാം വർക്കാവും. ഇതിപ്പോൾ ഞാൻ ഇത് കണ്ട NSE F&O, NSE സ്പോട്ട് എന്ന് വെച്ചാൽ ക്യാഷ് ആണ്. MCX ഉണ്ട് കറൻസി, സോറി ഇത് ഇന്ത്യൻ കറൻസിയാണ്. അതിൻ്റെ മുകളിൽ ഫോറക്സ് ഉണ്ട്, അത് ഇൻ്റർനാഷണൽ കറൻസീസ് ആണ്. പിന്നെ CFDs ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ഇൻ്റർനാഷണൽ കമ്മോഡിറ്റീസ്, ഇന്ത്യൻ കമ്മോഡിറ്റീസും ഉണ്ട്, ഇൻ്റർനാഷണൽ. ഇത് ഇൻ്റർനാഷണൽ ആണ്. അതിൻ്റെ താഴത്ത് MCX എന്ന് പറയുന്നത് നമ്മുടെ കമ്മോഡിറ്റീസ് ആണ്. അതിൻ്റെ താഴെ വീക്ക്ലി ഓപ്ഷൻ ഉണ്ട്. വീക്ക്ലി ഓപ്ഷൻ നമ്മുടെ കോൾ പുട്ട് ഓപ്ഷൻ, ബാങ്ക് നിഫ്റ്റിയുടെ കോൾ പുട്ട് ഓപ്ഷൻ. ഇത് കണ്ടാൽ ഒരു സെപ്പറേറ്റ് സ്ട്രൈക്ക് പ്രൈസ് ഇങ്ങനെ വരും. നമുക്ക് ഏത് സ്ട്രൈക്ക് പ്രൈസാണ് വേണ്ടത് അത് നമ്മൾ ഈ സ്ട്രൈക്ക് പ്രൈസ് സെലക്ട് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇവിടുന്ന് നമ്മൾ നോർമൽ എന്ന് വെച്ചാൽ നോർമൽ പ്രോസസ്സ് നമ്മളിപ്പം നിങ്ങൾ ഡെമോ കണ്ട ശേഷം ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യുക. നമ്മളൊരു 10 മിനിറ്റുള്ളിൽ ഈ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങളുടെ സിസ്റ്റത്തിൽ ഡെസ്ക്ടോപ്പ് ഷെയറിംഗ് സോഫ്റ്റ്വെയർ ത്രൂ എനി ഡെസ്ക് അല്ലെങ്കിൽ ടീം വെബർ ത്രൂ ഈ സോഫ്റ്റ്വെയർ നമ്മൾ നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം
ഒരു ട്രെയിനിങ് സെക്ഷൻ കൂടെ നിങ്ങൾക്ക് തരും. അത് എങ്ങനെ യൂസ് ചെയ്യണം, എങ്ങനെയാണ് ഫുൾ ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞു തരും. അതിനുശേഷവും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ ഇപ്പം ഞാൻ കാണിച്ചത് ഫുൾ ലൈവാണ്. അപ്പം നിങ്ങൾക്കിത് ലൈവായിട്ട് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ താഴെ തന്നെ നമ്പർ ഡിസ്പ്ലേ വരുന്നുണ്ട്. ആ നമ്പറിൽ നിങ്ങൾക്ക് കോൾ ചെയ്യാം. അതിനകത്ത് ഒഫീഷ്യൽ വാട്സാപ്പ് ഉണ്ട്, അതിനകത്ത് മെസ്സേജ് ഇടും. എൻ്റെ പേര് ഗംഗ എന്നാണ്. പിന്നെ നമ്മുടെ വെബ്സൈറ്റ് ഡീറ്റെയിൽസ് എല്ലാം താഴെ ഡിസ്പ്ലേ വരുന്നുണ്ട്. www.wintradersoft.com എന്നാണ്. അതിനകത്ത് റിവ്യൂസ് പേജ് ഉണ്ട്. അത് നമുക്ക് എല്ലാ ദിവസവും കിട്ടുന്ന ഈ റിവ്യൂസ് കിട്ടിയത് അത് കസ്റ്റമേഴ്സ് ഇന്ന ഇതിൽ ചെയ്തിട്ട് അവർക്ക് ഇത്ര പ്രോഫിറ്റ് കിട്ടി. അപ്പോൾ അതിന് അവർ നമുക്കിങ്ങനെ അയച്ചു തരും. അപ്പോൾ അത് നമ്മളിങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇത് നമ്മൾ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യാറുണ്ട്. അത് നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും അത് ജെന്യൂൻ റിവ്യൂസ് തന്നെയാണ്. അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. പിന്നെ നമ്മൾ 13 വർഷമായിട്ട് ഇത് മാർക്കറ്റ് ചെയ്യുന്നതാണ്. നമ്മളിത് അപ്ഡേറ്റും ചെയ്ത് കൊടുക്കാറുണ്ട്. ഇപ്പം നമ്മുടെ വേർഷനാണ് 8.1. അതിൻ്റെ കൂട്ടത്തിൽ ഒരു സ്കാനർ നിങ്ങൾക്ക് കിട്ടും. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ ഫുൾ പറഞ്ഞു തരും ഇവിടുന്ന്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ഫുൾ പറഞ്ഞു തരും. പിന്നെ ഇത് നിങ്ങൾക്ക് പുതിയ വേർഷനും കൂടെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന ചാർജ് 1 ടൈമാണ്. അപ്ഡേഷൻ ഫ്രീ ആണ്. ടെക്നിക്കൽ സപ്പോർട്ടും ട്രെയിനിങ് കൊടുക്കാറുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഞാൻ കാണിച്ച ലൈവാണ്. ഇത് നിങ്ങൾ ലൈവായിട്ട് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ താഴെ വരുന്നുണ്ട്. ആ നമ്പറിൽ കോൾ ചെയ്യാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇടാം. ആൻഡ് എന്തെങ്കിലും സോഫ്റ്റ്വെയർ ഡെമോയ്ക്ക് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ റിഗാർഡിങ് എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.